ഗാസയിലെ രൂക്ഷമായ പോരാട്ടത്തിൽ ഇസ്രയേലിനെതിരെ തുറന്നടിച്ചു ഫ്രാൻസ്. അതെ, ഫ്രാൻസ് സടകുടൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഫ്രാൻസിന്റെ നിർണായക നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം. എന്താണ് ഫ്രാൻസിന് പറയാനുള്ളത്? ഗാസയിൽ പലസ്തീൻ ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടം ശക്തമാക്കുകയും നീട്ടുകയും ചെയ്യുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തിൽ ഫ്രാൻസ് കടുത്ത ആശങ്കയിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച വ്യക്തമാക്കി. പാരീസ് ഉടനടി ഒരു വെടിനിർത്തലിലേക്ക് നയിക്കുന്നതിനുള്ള ആഹ്വാനം ശക്തമായി ആവർത്തിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നിരവധി സിവിലിയന്മാരെ ഇരയാക്കിയ ബോംബാക്രമണത്തെ അപലപിച്ചുകൊണ്ട് മന്ത്രാലയം വ്യക്തമാക്കി, വെടിനിർത്തലിനുള്ള ശ്രമം ഉടനടി നടത്തണമെന്നാണ് ഫ്രാൻസിന്റെ നിർണായക നിലപാട്. അതേസമയം യമൻ തീരത്ത് ചെങ്കടലിൽ വീണ്ടും വൻ സ്ഫോടനങ്ങൾ. ഹമാസിന്റെ തല തിന്നാൻ ബ്രിട്ടൻ ഇറങ്ങി. അതെ, ഡ്രോണുകളും മിസൈലുകളും കണ്ടെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. ബ്രിട്ടന് നേരെ ഒരു ചെറുവിരലണയ്ക്കാൽ ഹൂതികളെയും ഹിസ്ബുളയെയും ഹമാസിനെയും ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി, അതിനുള്ള കെൽപ്പ തങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കി ബ്രിട്ടൻ രംഗത്ത് വന്നിരിക്കുന്നു. ചെങ്കടലിൽ എന്താണ് ഇത്രയേറെ യുദ്ധം നടക്കുന്നത്? യമൻ തീരത്ത് ചെങ്കടലിൽ വൻ സ്ഫോടനങ്ങൾ, ഡ്രോണുകളും മിസൈലുകളും കണ്ടെന്ന് UK. ചൊവ്വാഴ്ച വ്യത്യസ്ത സംഭവങ്ങളായി യമൻ തീരത്ത് ചെങ്കടലിൽ 2 സ്ഫോടനങ്ങൾ ഉണ്ടായതായി ബ്രിട്ടീഷ് മാരിടൈം അതോറിറ്റി. ആളില്ലാ വിമാനങ്ങളും മിസൈലുകളും കണ്ടതിനു ശേഷമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. യമന്റെ പടിഞ്ഞാറൻ തീരത്ത് ഹൊദായ്ദയിൽ നിന്ന് 50 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് സഞ്ചരിക്കുകയായിരുന്ന ഒരു കപ്പലിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആദ്യം 2 സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇതിനു മുൻപ് 2 ഡ്രോണുകൾ പറക്കുന്നത് കണ്ടതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അതോറിറ്റി അറിയിച്ചു. രണ്ടാമത്തെ സംഭവത്തിൽ ഹൊദായ്ദയിൽ നിന്ന് 60 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ ഒരു സ്ഫോടനമുണ്ടായി. ഇതിനു മുൻപായി മിസൈലുകൾ കണ്ടതായി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതേ കപ്പലിൽ നിന്ന് 0.5 നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുണ്ട്. 2 സംഭവങ്ങളിലും കപ്പലും ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്. ഡ്രോണുകളും മിസൈലുകളും എവിടെ നിന്നാണ് വന്നതെന്ന് ബ്രിട്ടീഷ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല. ആരും സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ചെങ്കടലിൽ ഒരു ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ സംവിധാനം അമേരിക്ക പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സംഭവങ്ങൾ. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഒക്ടോബർ മുതൽ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിവരികയാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയാണിതെന്നാണ് സംഘടന അവകാശപ്പെടുന്നത്. ഗാസയിൽ ഇസ്രയേലി സൈന്യം നടത്തുന്ന യുദ്ധം മാസങ്ങളോളം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇസ്രയേൽ സൈനിക മേധാവിയും പറഞ്ഞു. യുദ്ധം മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നും തങ്ങളുടെ നേട്ടങ്ങൾ ദീർഘകാലത്തേക്ക് നിലനിർത്തുന്നതിനായി ഇസ്രയേലി സൈന്യം വ്യത്യസ്ത യുദ്ധരീതികൾ അവലംബിക്കുമെന്നാണ് സൈനിക മേധാവിയായ ഹവേലി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. മാന്ത്രിക പരിഹാരങ്ങളൊന്നുമില്ല, ഒരു തീവ്രവാദ സംഘടനയെ തകർക്കാൻ കുറുക്ക് വഴികളുമില്ല, നിശ്ചയദാർഢ്യത്തോടുകൂടി നിരന്തരമായ പോരാട്ടം മാത്രമാണ് നടക്കുന്നത്, ഹലേവി മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു. ഒരാഴ്ചയെടുത്താലും മാസങ്ങളെടുത്താലും തങ്ങൾ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ നേതൃത്വത്തിൽ എത്തുമെന്നും ഹലേവി പറഞ്ഞു. ഹമാസ് തുടക്കം മുതൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഒരു നീണ്ട യുദ്ധം പ്രതീക്ഷിച്ചിരുന്നതായി ഹലേവി കൂട്ടിച്ചേർത്തു. ഗാസയിലെ അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേലി സൈന്യം നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറ്റുന്നതിനിടെ തങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ബോംബാക്രമണത്തിന് വിധേയരായെന്ന് പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ 160-ലധികം ആളുകൾ ക്യാമ്പിൽ കൊല്ലപ്പെട്ടുവെന്നും റെഡ് ക്രസന്റ് സൊസൈറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾ തകരാറിലായെന്ന് പ്രധാന ടെലികമ്മ്യൂണിക്കേഷൻ ദാതാക്കളിലൊരായ പാൽടെലും വ്യക്തമാക്കി. നിലവിൽ ഗാസ മുനമ്പിലെ സ്ഥിരമായ ടെലികമ്മ്യൂണിക്കേഷനുകളുടെയും ഇന്റർനെറ്റ് സേവനങ്ങളുടെയും പൂർണ്ണമായ തകർച്ച പ്രഖ്യാപിക്കുന്നതിൽ തങ്ങൾ ഖേദിക്കുന്നുവെന്നും പാൽടെൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.